കലിപ്പൻ പോലീസിൻ്റെ വായാടി പെണ്ണ്. അർജുൻ സിറ്റി പോലീസ് ഇൻസ്പെക്ടറാണ്. മുഖത്ത് എപ്പോഴും ഗൗരവം, ചിരിക്കാറില്ല. നാട്ടുകാർക്ക് അവൻ കലിപ്പൻ പോലീസായിരുന്നു. മീനാക്ഷി ഒരു പ്രൈവറ്റ് കമ്പനിയിൽ ജോലി ചെയ്യുന്നു. അവൾ സംസാരിക്കാൻ തുടങ്ങിയാൽ പിന്നെ നിർത്താൻ സെൻസർ ബോർഡിന് പോലും സാധിക്കില്ല. ഒരു ദിവസം നഗരത്തിലെ തിരക്കുള്ള സിഗ്നലിൽ വെച്ച് ഹെൽമറ്റ് വയ്ക്കാതെ സ്കൂട്ടർ ഓടിച്ചു വന്ന മീനാക്ഷിയെ അർജുൻ കൈകാട്ടി തടയുന്നു. അയ്യോ സാറേ, ഈ അടുത്ത ബേക്കറി വരെ വന്നതാ, ഹെൽമറ്റ് എടുക്കാൻ മറന്നുപോയി, മീനാക്ഷി പറഞ്ഞു. സൈഡൊതുക്ക്, ഫൈൻ അടയ്ക്കണം, അർജുൻ ഗൗരവം വിടാതെ പറഞ്ഞു. സ്കൂട്ടർ സൈഡൊതുക്കി നിർത്തിയ ശേഷം അവൾ പറഞ്ഞു, സാറിന് ഈ യൂണിഫോം നന്നായി ചേരുന്നുണ്ട് കേട്ടോ, സിംഗ സിനിമയിലെ സൂര്യയെ പോലെ ഉണ്ട്. അർജുൻ അവളെ തുറച്ചു നോക്കി. സാധാരണക്കാരാണെങ്കിൽ ആ നോട്ടത്തിൽ വിറച്ചേനെ. പക്ഷേ മീനാക്ഷി നിർത്തിയില്ല. സാറേ, ഈ വെയിലത്ത് ഇങ്ങനെ നിൽക്കല്ലേ, കരിഞ്ഞു പോകും. ദാഹിക്കുന്നുണ്ടോ? എൻ്റെ കയ്യിൽ വെള്ളമുണ്ട്, തരട്ടെ? അവൻ ദേഷ്യത്തോടെ അവളെ നോക്കി. അപ്പോൾ അവൾ പറഞ്ഞു, ഈ മീശ കൊള്ളാൻ കേട്ടോ, ഒറിജിനലാണോ അതോ വെച്ചതോ? അർജുൻ ദേഷ്യം അടക്കി നിന്നു. 500 രൂപ ഫൈൻ എഴുതി കൊടുത്തു. ഇതൊക്കെ കൊള്ളയാണ് കേട്ടോ സാറേ, 500 രൂപയും കൂടെ കൊടുത്താൽ നല്ലൊരു ഹെൽമറ്റ് വാങ്ങി വയ്ക്കാം എന്ന് പറഞ്ഞ് അവൾ ഫൈൻ അടച്ച് അവിടുന്ന് പോയി. ദിവസങ്ങൾ കടന്നുപോയി. അർജുൻ വീട്ടുകാരുടെ നിർബന്ധത്തിന് വഴങ്ങി ഒരു പെണ്ണ് കാണലിന് പോയി. ഹാളിലേക്ക് ചായയുമായി വന്ന പെണ്ണിനെ കണ്ട് അർജുൻ ഒന്ന് ഞെട്ടി. അത് മീനാക്ഷിയായിരുന്നു. അർജുനെ കണ്ടതും മീനാക്ഷിയുടെ കണ്ണുകൾ തിളങ്ങി. ആഹാ, സാറായിരുന്നോ? അന്ന് സാർ ഫൈൻ അടയ്ക്കാൻ എഴുതി തന്ന റെസീറ്റ് ഇപ്പോഴും എൻ്റെ ബാഗിലുണ്ട് കേട്ടോ, അതൊന്ന് ഫ്രെയിം ചെയ്ത് വെക്കണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു, മീനാക്ഷി പറഞ്ഞു. അർജുൻ്റെ അച്ഛൻ ഒന്നമ്പരന്നു. നിങ്ങൾ തമ്മിൽ നേരത്തെ അറിയോ? അയാൾ ചോദിച്ചു. പിന്നെന്താ, ഞങ്ങൾ റോഡിൽ വെച്ച് എന്നും കാണുന്നതല്ലേ, മീനാക്ഷി പറഞ്ഞു. അർജുൻ ഗൗരവത്തോടെ തന്നെ ഇരിക്കുന്നത് കണ്ട് അവൾ തുടർന്നു. സാറിൻ്റെ ഈ ഗൗരവം കണ്ടിട്ട് എനിക്ക് പേടിയാവുമെന്നാണോ സാറ് വിചാരിക്കുന്നത്? ഈ കടുവയെ മെരുക്കാൻ എനിക്കറിയാം. അർജുൻ ഒന്നും മിണ്ടാതെയിരുന്നെങ്കിലും അവൻ്റെ ചുണ്ടിൽ അറിയാതെ ഒരു പുഞ്ചിരി വിരിഞ്ഞു. ചായ കുടിച്ചിട്ട് പെണ്ണുകാണൽ കഴിഞ്ഞ് അവർ പോയി. പിന്നീടുള്ള ദിവസങ്ങളിൽ അർജുൻ്റെ ഫോണിലേക്ക് മീനാക്ഷിയുടെ മെസ്സേജുകളുടെ പ്രവാഹമായിരുന്നു. വഴിയിൽ വെച്ച് കാണുമ്പോൾ അവൾ ചോദിക്കും, സാറേ, ഇന്ന് ആരെങ്കിലും കൊണ്ട് ഫൈൻ അടപ്പിച്ചോ? മീശ ഡ്രിം ചെയ്യാറായിട്ടുണ്ട് കേട്ടോ. ആദ്യമൊക്കെ ദേഷ്യം വന്ന അർജുൻ പതിയെ മീനാക്ഷിയുടെ സംസാരം ആസ്വദിക്കാൻ തുടങ്ങി. സ്റ്റേഷനിലെ കേസ് ഫയലുകൾക്കിടയിലിരിക്കുമ്പോൾ മീനാക്ഷിയുടെ വോയിസ് മെസ്സേജുകൾ കേൾക്കുന്നത് അവൻ്റെ മാനസിക സമ്മർദ്ദം കുറച്ചു. ഒരു ദിവസം സ്റ്റേഷനിൽ വെച്ച് അർജുൻ സഹപ്രവർത്തകരോട് പറഞ്ഞു, സത്യത്തിൽ ഇവളുടെ വായാടിത്തല്ലെങ്കിൽ എനിക്കിപ്പോൾ ഭയങ്കര ബോറാ. കുറച്ച് മാസങ്ങൾക്ക് ശേഷം അതേ സിഗ്നലിൽ അർജുൻ ഡ്യൂട്ടിയിലുണ്ട്. ഒരു സ്കൂട്ടർ അടുത്തു വന്ന് നിന്ന് ഹെൽമറ്റ് മാറ്റിയപ്പോൾ അത് മീനാക്ഷിയായിരുന്നു. ഇന്ന് ഹെൽമറ്റ് ഉണ്ടല്ലോ, അർജുൻ ചോദിച്ചു. ഉണ്ട്, ഇപ്പം ഞാൻ സിറ്റി പോലീസ് ഇൻസ്പെക്ടറുടെ ഭാര്യയല്ലേ, ഹെൽമറ്റ് വയ്ക്കാതിരിക്കാൻ എൻ്റെ ഭർത്താവ് സമ്മതിക്കുന്നില്ലല്ലോ. പിന്നെ സാറേ, ഇന്ന് വൈകുന്നേരം സിനിമയ്ക്ക് പോകാമെന്ന് പറഞ്ഞിരുന്നു, മറന്നോ? മീനാക്ഷി ചോദിച്ചു. അർജുൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഇല്ല വായാടി, എനിക്ക് ഓർമ്മയുണ്ട്. നീ പോയി വണ്ടി സൈഡൊതുക്കി നിർത്ത്, ഡ്യൂട്ടി കഴിയാൻ 5 മിനിറ്റ് കൂടെ ഉണ്ട്. നാട്ടുകാർ അത്ഭുതത്തോടെ നോക്കി നിന്നു. ആ പഴയ കലിപ്പൻ അർജുൻ സാർ ഇതാ ചിരിക്കുന്നു.